ഹായ്, നിങ്ങൾ ഒരിക്കലെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വെറുതെ സംസാരിച്ചാൽ പോലും അത് കുറച്ച് സമയത്തിനുള്ളിൽ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ആഡായി വരുന്നു. സെർച്ച് ചെയ്തിട്ടില്ല, ഗൂഗിളിൽ ടൈപ്പ് ചെയ്തിട്ടില്ല, പക്ഷെ ആഡ്സ് വരുന്നു. അപ്പോൾ ഒരു ചോദ്യം, നമ്മുടെ ഫോൺ ശരിക്കും നമ്മളെ കേൾക്കുന്നുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ ഈ മിസ്റ്ററിയുടെ പിന്നിലെ യഥാർത്ഥ സത്യം നമുക്ക് നോക്കാം. വെൽക്കം ടു വേൾഡ്സ്കോപ്പ് മലയാളം. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിനൊപ്പം സംസാരിക്കുകയാണ്. അവനൊരു സ്മാർട്ട് വാച്ച് വാങ്ങണം, അത്രമാത്രം. നിങ്ങൾ ഓൺലൈൻ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ടില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടില്ല, പക്ഷെ കുറച്ചു കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ സ്മാർട്ട് വാച്ച് ആഡ്സ് എവരിവെയർ. അപ്പോൾ നമ്മൾ നാച്ചുറലായി ചിന്തിക്കും, ഫോൺ മൈക്ക് സീക്രട്ട്ലി ഓൺ ആണോ? ഇപ്പോൾ ഉള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ, ഗൂഗിൾ ശരിക്കും നമ്മുടെ കോൺവെർസേഷൻ കേൾക്കുന്നുണ്ടോ? ഗൂഗിൾ ഒഫീഷ്യലി പറയുന്നത് അവർ നമ്മുടെ കോൺവെർസേഷൻസ് സീക്രട്ട്ലി റെക്കോർഡ് ചെയ്യുന്നില്ല എന്നാണ്. കാരണം ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ഓഡിയോ 24 മണിക്കൂറും റെക്കോർഡ് ചെയ്ത് പ്രോസസ് ചെയ്യുന്നത് വലിയ കാര്യമാണ്. അതിന് മാസീവ് സ്റ്റോറേജും ഹ്യൂജ് പവറും വേണം. അതുകൊണ്ട് കണ്ടിന്യൂസ്ലി എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് ഉണ്ട്. ഗൂഗിളിലും സോഷ്യൽ മീഡിയ ആപ്പിനും മൈക്രോഫോണിനേക്കാൾ പവർഫുൾ ആയ മറ്റൊരു വെപ്പൺ ഉണ്ട്, ഡാറ്റ. നമ്മൾ ദിവസവും അറിയാതെ ഒരുപാട് ഡാറ്റ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, കാണുന്ന യൂട്യൂബ് വീഡിയോസ്, ഇൻസ്റ്റഗ്രാം ലൈക്സ്, ലൊക്കേഷൻ ഹിസ്റ്ററി, ഓൺലൈൻ ഷോപ്പിംഗ്, നമ്മളുടെ ഇൻട്രസ്റ്റ്, ഫ്രണ്ട് സർക്കിൾ, നമ്മൾ എത്ര സമയം ഒരു പോസ്റ്റ് നോക്കുന്നു എന്നതുവരെ ഈ എല്ലാ വിവരങ്ങളും കമ്പൈൻ ചെയ്ത് AI നമ്മുടെ ബിഹേവിയർ പഠിക്കും. ഇവിടെയാണ് AI എൻ്റർ ചെയ്യുന്നത്. AI സിസ്റ്റംസ് നമ്മുടെ ഹാബിറ്റ്സ് അനലൈസ് ചെയ്യും. ഉദാഹരണത്തിന്, നിങ്ങൾ ടെക് വീഡിയോസ് കാണുന്നു, ഫോൺ റിവ്യൂ വാച്ച് ചെയ്യുന്നു, ഗെയിമിംഗ് കണ്ടന്റ് ഫോളോ ചെയ്യുന്നു. അപ്പോൾ AI ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും ഈ ആളിന് ഗാഡ്ജറ്റ്സ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനുശേഷം റിലേറ്റഡ് ആഡ്സ് കാണിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച കാര്യം തന്നെ ആഡായി വന്നതുപോലെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ അതിലും ക്രീപ്പി ആയ കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ച ടോപ്പിക് അടുത്ത ദിവസം ആഡായി വരും. ആക്ച്വലി ഇവിടെ സൈക്കോളജിയും വർക്ക് ചെയ്യുന്നു. ഒരു സാധനം നമ്മൾ സംസാരിച്ച ശേഷം പിന്നീട് കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിന് കൂടുതൽ അറ്റൻഷൻ നൽകും. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും, ഫോൺ നമ്മളെ ശരിക്കും ലിസൺ ചെയ്യുന്നുണ്ടെന്ന്. എന്നാൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ചില ആപ്സിന് മൈക്രോഫോൺ പെർമിഷൻ ഉണ്ടാകും. വോയിസ് അസിസ്റ്റൻസ്, വോയിസ് ടൈപ്പിംഗ്, വോയിസ് റെക്കോർഡിംഗ്, വോയിസ് ടൈപ്പിംഗ് ഇവയ്ക്കായി മൈക്ക് ആക്സസ് ആവശ്യമാണ്. അതുകൊണ്ട് അൺനെസസറി ആപ്പിന് മൈക്ക് പെർമിഷൻ കൊടുക്കുന്നത് സേഫ് അല്ല. പ്രൈവസി ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ: അൺയൂസ്ഡ് ആപ്പ് പെർമിഷൻ ഓഫ് ചെയ്യുക, ഗൂഗിൾ ആഡ് പേഴ്സണലൈസേഷൻ ഡിസേബിൾ ചെയ്യുക, സസ്പീഷ്യസ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യുക, റെഗുലറി പ്രൈവസി സെറ്റിംഗ്സ് ചെക്ക് ചെയ്യുക, അൺനോൺ ലിങ്ക്സ് ക്ലിക്ക് ചെയ്യാതിരിക്കുക. ടെക്നോളജി ഇന്ന് ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. പക്ഷെ ഒരു റിയാലിറ്റി ഉണ്ട്, ഫ്രീ ആപ്സ് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും പ്രൊഡക്റ്റ് നമ്മളാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഫോണിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചേക്കാം, അവർ ശരിക്കും കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ AI നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നതോ? If you enjoy this video, subscribe to Worldscope Malayalam for more tech mystery, history and mind-blowing content.